പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഈ ഒരു 20 പവന്റെ ഒരു സംഗതി പറയുന്നുണ്ട്. അതുമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കരാറ് പോലെ പറയേണ്ടി വന്നത് 12 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇഷ്യൂ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ അധ്വാനിക്കുന്നത് ഇന്ന് കുറേശ്ശെയായിട്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മകള് വളർന്നു വരുന്നു, പ്രായമായ കുഞ്ഞാണ്, അവക്കുള്ളതാണ് ഇനി അത് നിങ്ങളത് കുറേശ്ശെയായിട്ടാണെങ്കിലും അവര് നിങ്ങൾ കല്യാണം കഴിച്ച സമയത്തുള്ള വിലയല്ല ഇപ്പൊ സ്വർണത്തിൽ. 20 പവൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടി വേണം അതുണ്ടാക്കാൻ. അതുപോലെ കയറിക്കിടക്കാടത്തിനുള്ള ഒരു ഏർപ്പാട് നിങ്ങൾ എന്താണ് ബിജുവിന്റെ അഭിപ്രായം? ബിജു ഒന്നും പറയുന്നില്ലല്ലോ. സാമ്പത്തികത്തിലുള്ള ഒരു അനുവദില്ല. ജോലി ഉണ്ടാക്കണം, അതേ പറ്റുള്ളൂ. ജോലി ഉണ്ടാക്കുന്നത് വെറുതെ കളയാതെ അതിനുള്ള ഏർപ്പാടുകൾ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ 5 പൈസ തുളസിയുടെ വയ്ക്കുമ്പോൾ 5 തുളസിയുടെ കൊടുക്കത്തില്ലായിരുന്നു. ഒരു രൂപ കൊടുക്കത്തില്ലായിരുന്നു. എന്റെ തന്നെ സൂക്ഷിക്കുമായിരുന്നു. അത് സൂക്ഷിക്കുന്നതോടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ജോലിക്ക് പോകും, നീ നിർത്തണ്ട. 10,000-4,000 രൂപ കിട്ടുന്നോ നിന്റെ വെച്ചു. ഞാൻ കൊണ്ടുവന്ന് ചിലപ്പോൾ 100 ആയിരിക്കും, അതിനകത്ത് ബാക്കി നിന്നെ ഏൽപ്പിക്കുവോ, നീ അതിൽ സമ്പാദിക്കുവോ എന്തോ ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ? ഞാൻ സംസാരിച്ചത് അത് നന്നായി. ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ താമസിച്ചോട്ടെ. അതിപ്പോ എന്തായാലും അതിനകത്ത് ഒരു അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടാക്കി അത് താമസിച്ചാൽ ഉടനെ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടി അടുത്ത മാസം വരുന്നുണ്ട്. അത് വിൽക്കുന്ന കാര്യമൊക്കെ പറയാൻ കേട്ട് ഞാൻ വിളിക്കാറൊന്നുമില്ല. ഇതിലൊരു വ്യവസ്ഥയുണ്ട്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. 8 സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതോട് കൂടി 4 സെന്റ് സ്ഥലം വേറെ ഉണ്ട്. പിന്നെ ആ ഒരു സ്ഥലം ഒന്നും ഈ ബിജുവിന്റെ പേരിൽ ഇല്ല. ഒന്നും 1 സെന്റ് പോലും ബിജുവിന്റെ പേരിൽ അവർ കൊടുക്കുന്നില്ല. കീരിക്കാട് അങ്ങാണ്ട് അമ്മയുടെ പേരിൽ അങ്ങാണ്ട് 40 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്നെങ്കിലും കുറച്ച് ബിജുവിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന്റെ വസ്തുക്കളല്ലേ? അച്ഛന്റെ വസ്തു അച്ഛൻ മരിച്ചു, അച്ഛൻ മരിക്കുന്നതിന് എഴുതി വെച്ചല്ലേ, ഒരാളുടെ പേര് എഴുതി വെച്ചല്ലേ? അമ്മയുടെ വസ്തുവാ, മറ്റേത് അമ്മയുടെ വസ്തു. അത് ഭാഗം വെച്ചിട്ടില്ല. ഇല്ല, ഭാഗം വെച്ചതൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാഗം വെച്ചിട്ടില്ലെന്നാ ഞങ്ങൾ അറിയാം. 15 സെന്റ് ബിജുവിന്റെ പേരിലുണ്ട്. മൂത്ത നമുക്ക് മാത്രമല്ല അവിടെ. അവിടെ മൂത്ത പങ്കക്ക് അമ്മയുടെ പേരുള്ള അമ്മ എഴുതി കൊടുത്തു കഴിഞ്ഞു. 28 സെന്റ് ആയിരുന്നു. എല്ലാവരും എടുത്തതിന്റെ ബാക്കി ഒരു 10-18 സെന്റ് കാണും. അതിൽ 15 സെന്റാണ് പെങ്ക് കൊടുത്തത്. എനിക്കൊന്നും തന്നിട്ടില്ല. ഈ 75,000 രൂപ ഇളയെ നമുക്ക് കൊടുക്കുവാണെങ്കിൽ ആ 8 സെന്റ് വസ്തു എനിക്ക് തരാന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ വാക്കാൽ പറഞ്ഞിരുന്നു. ഇപ്പൊ 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഒന്നിച്ച് വിറ്റിട്ട് ഞങ്ങൾ കൊടുത്ത പൈസ തരും എന്നൊക്കെയാ സംസാരിക്കുന്നത്. അവര് ഒരാളുടെ പേരിൽ പ്രമാണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടം പോലെ ഉള്ളു. നമുക്കൊന്നും ചെയ്യാൻ, നിയമപരമായിട്ടൊന്നും ചെയ്യാനൊക്കെ. പിന്നെ അവരുടെ മനസാക്ഷിയുള്ളവരാണ്, 2 കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നവരാണെന്നൊരു ചിന്ത അവർക്കുണ്ടെങ്കിൽ 30,000 കൊടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി? കല്യാണം കഴിഞ്ഞിടയ്ക്ക് കൊടുത്തു. 14 വർഷത്തിന് മുമ്പോട് കൊടുത്താണ് സാർ 30,000 രൂപ. അത് രേഖ തന്നെ ഉണ്ടാകുന്നത്. രേഖകളൊന്നും ഇല്ല, സമ്മതിക്കുന്നില്ല. അല്ല, ഇന്നത് ബോധ്യമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും തരാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു 14 വർഷം 30,000 രൂപ, 14 വർഷത്തിന് മുൻപുള്ള ഒരു 30,000 രൂപയുടെ വില ഉദ്ദേശിച്ച് എന്തെങ്കിലും അവര് നല്ല മനസ്സുകൊണ്ട് ചെയ്യട്ടെ. അത്രേ ഉള്ളൂ. അതും കൂടെ വെച്ചിട്ട് നിങ്ങൾ അധ്വാനിച്ചിനി വരണം ചെയ്യാൻ പറയാനേ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം പ്രമാണം എഴുതി വെച്ച കാര്യങ്ങളല്ലേ, ഒന്നും അങ്ങനെ നിർബന്ധിക്കാൻ പറ്റൂലല്ലോ. അന്ന് അതിനൊക്കെ കാരണങ്ങളുണ്ട്. കാരണം അവരുടെ കല്യാണത്തിന് കൊടുക്കാനൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ബിജു ഒരാങ്ങളെയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. 1,00,000 രൂപ കൊടുക്കണോ, 75,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ പറ്റാതായപ്പോ പിന്നെ അത് ചെയ്യട്ടെ. അന്ന് സ്വർണം വിറ്റിട്ട് ആ പൈസ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അന്ന് സ്വർണം വിറ്റിട്ട് ചുമ്മാ ധൂർത്തടിച്ച് കളഞ്ഞു. അത് പഴയ കാര്യങ്ങളല്ലേ, അത് ചേച്ചി അതൊക്കെ പഴയ കാര്യങ്ങൾ. അതൊക്കെ സംഭവിച്ചെല്ലാം. പിന്നെ ഒരാൾ അധ്വാനിച്ചാൽ എത്രമാത്രം അധ്വാനിച്ച് എടുക്കും അത്രയും. അല്ല, അത് മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. അധ്വാനിച്ചെടുക്കുന്ന അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനൊക്കെ വെച്ചാലേ പറയാൻ പറ്റില്ല. നമുക്ക് ഈ ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ സ്വന്തം വസ്തുവിൽ താമസിക്കാൻ പറ്റൂ. അവനവൻ അധ്വാനിച്ചില്ല. പറഞ്ഞത് സത്യമാണ്. നമുക്കിപ്പം നമ്മുടേതായിട്ടുള്ള വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വത്ത് ബാക്കി എല്ലാവർക്കും കൊടുത്തു, ഇയാൾക്ക് മാത്രം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. 1-2 സെന്റെങ്കിലും അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുണ്ടല്ലോ 2 മക്കളെന്ന് തോന്നും. അതിനിപ്പോൾ അവർക്ക് അവരുടെ നല്ല മനസ്സുകൊണ്ട് ഇത് അറിഞ്ഞ് ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടെങ്കിലേ പറ്റൂ. അല്ലാതെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ പ്രമാണം എഴുതി വെച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അയാളുടെ അധ്വാനത്തിന് അയാൾ പറഞ്ഞു, ഇപ്പോൾ ഉണ്ടാക്കുന്ന പൈസ ഇന്ന് വട്ടച്ചെലവ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൊടുത്തോളാം. അതുപോലെ അവര് എന്ത് ശമ്പളം വാങ്ങിക്കുന്നു അതവര് വെച്ചോട്ടെ. അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു കുഞ്ഞുങ്ങൾക്കും അവർക്കുമായിട്ട്, അല്ലാതെ അയാളുടെ സ്വന്തം ചെലവെന്ന് അയാൾ പറയുന്നില്ല.
നമുക്ക് അത്രയും ആ വാക്കുകൾ അത്രയും വിശ്വസിക്കുക. അല്ലാതെ നമുക്ക് ഇനി ഒരു വെറുവാക്കായിട്ട് ഞാൻ കുറച്ചൊരു 4-5 വർഷത്തിലൊക്കെ ഞാനൊരു മണിമാളികയിൽ നിന്നും പറയാൻ ഒരു ഉറപ്പുമില്ലല്ലോ. അയാളുടെ വിദ്യാഭ്യാസവും ജോലിക്കും അനുസരിച്ചുള്ളല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല മാഡം, അവരുടെ ഈ 8 സെന്റ് സ്ഥലത്തിന്റെ തൊട്ടടുത്ത് 4 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അത് ആരുടെ പേരിൽ, ആരുടെയും പേരിലാ കിടക്കുന്ന വസ്തു? പറഞ്ഞിട്ടേ അത് എല്ലാം കൊടുക്കുക. 12 സെന്റാണ്, പക്ഷെ 4 സെന്റ് കഷ്ടിച്ചില്ലത്. ആയിക്കോട്ടെ, അത്രയും മതിയല്ലോ. അതിന്റെ വെച്ചാല് മൂത്ത വെങ്കടേക്കുന്നുണ്ട്. ഞാൻ ഈയിടെ അറിഞ്ഞതാ സംഭവം. അതുകൊണ്ട് ഇച്ചിരി സ്വർണം മേടിച്ചാൽ അതിന് വേണ്ടിയിട്ട് അച്ഛൻ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന്റെ കോപ്പി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വായിച്ചു നോക്കട്ടെ, അത് ഉപ്പിട്ടിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സംസാരത്തിൽ നിന്ന് മൂത്ത വെങ്കടോട് ഞാൻ തെറ്റിയുടെ ഈ ഒരു വാക്കിന്റെ പുറത്ത് അച്ഛൻ എഴുതി കൊടുത്തു, അച്ഛൻ മരിക്കുന്നതിന്റെ 3 ദിവസത്തേക്ക് മുമ്പ് എഴുതി കൊടുത്തു. ഞാൻ എടുത്തോണ്ടോ, ഞാൻ വായിച്ചു നോക്കട്ടെ. അല്ല ബിജുവിന്റെ കുടുംബമായിട്ടും മുതിർന്നവരും ഇത്തിരി മധ്യസ്ഥരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണത്തില്ലേ? അങ്ങനെയുള്ളവരോട് സംസാരിക്കുക. ആ നാട്ടിൽ ആ ചുറ്റുപാടിലുള്ളവരോട് സംസാരിക്കുന്നതാണ് ഉചിതം. അവരുമായിട്ട് നോക്കി അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ഇതിന്റെ പ്രമാണമൊക്കെ ഒന്ന് കണ്ട. എനിക്കുള്ള 2 കുഞ്ഞുങ്ങളും ഇതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ ജനിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ്. 1-2 സെന്റെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും സേഫ്റ്റിക്ക് തരാൻ പറ്റുമോ? എന്താണ് അതിന്റെ വ്യവസ്ഥ? അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് അങ്ങനെ ചോദിക്കട്ടെ. അതിൽ നിങ്ങളും ഒന്ന് ഇൻവോൾവ് ആയിട്ട് ന്യായമായ രീതിയിൽ സംസാരിക്കാനേ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്താൽ മതി. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ബിജു കൂടെ നേരെ നിന്നത് അഥവാ ആ 4 സെന്റിനെ സംബന്ധിച്ച് അച്ഛൻ പ്രമാണമൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ബിജുവിന് നിയമപരമായി കിട്ടാനുള്ള അവകാശം കിട്ടാനുള്ള ശ്രമം നടത്തണം. മനസ്സിലായി? പിന്നെ ഇനി അതിനകത്ത് അതേ ഉള്ളത് 4 ആയാലും 3 ആയാലും എത്ര ആയാലും അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മകളുടെ പേരിൽ പ്രമാണമൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശം അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. ആ അവകാശം ബിജുവിന് കിട്ടാനുള്ള നിയമപരമായ അവകാശം ചോദിച്ചു പഠിക്കാനുള്ള അവകാശം ഉണ്ട്. പിന്നെ അത് കിട്ടാനുള്ള ശ്രമം നടത്തുക. അവർ തന്നില്ലെങ്കിൽ നിയമപരമായിട്ട് കോടതിയെ സമീപിച്ച് പിന്നെ പാർട്ടീഷന് വേണ്ടി കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് മേടിക്കുക. അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിജുവിന് അതിനകത്ത് ഒരു ഓഹരി കിട്ടും. ഒരു സംശയമില്ല. അതിപ്പോ അത് അവിടെ ചെന്ന് നമ്മുടെ നാട്ടിലുള്ളവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഇത് വേണ്ട അതിന്റെ ശരിക്കും നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുക. ഉടനെ ഞാൻ നാട്ടിലെ എന്നോടുള്ള പഴയ ഇതങ്ങ് പോയി പുതിയൊരു യുവത നമുക്ക് അറിയത്തില്ല. അല്ല, ഇത് അവരും കൂടെ ശ്രമിക്കുമ്പോൾ അത് മാറും. അത് ഇത് ബിജു പോയെന്നേ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ അപ്പച്ചിയുടെ മോളും ഒക്കെ അത് എടുത്ത് മാറ്റിയായിരുന്നു. ബിന്ദു ഒക്കെ ആയിട്ട് 2 ആധാരം ഉണ്ടായിരുന്നു. അവരത് അന്നേരം എടുത്ത് കൈമാറും. അതൊന്നും കാര്യമൊന്നുമില്ല. അത് 2 ആധാരം വെച്ചിട്ടുണ്ട്. 2 ആധാരം ഒന്ന് ഭൂമി മൊത്തത്തിൽ കിടന്നപ്പം 12 സെന്റിന്റെ ആധാരമായിരുന്നു ഒന്ന്. അപ്പൊ അത് അച്ഛൻ അതിൽ നിന്ന് 8 സെന്റാണ് ഇളയ പങ്ക് കൊടുത്തത്. അപ്പൊ ഈ 2ന്റെ ആധാരം വീട്ടിൽ തന്നെ ആയിരുന്നു. 8 സെന്റിന്റെയും ഈ 12 സെന്റ് കോപ്പീസ് എടുക്കാൻ പറ്റും. ആ 12 സെന്റില് 8 സെന്റേ കൊടുത്തിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും 4 സെന്റില് അവകാശം കിട്ടും. ഒരു ഓഹരി ബിജുവിന് കിട്ടും. അച്ഛനെ സംബന്ധിച്ച് പ്രമാണം ഉപയോഗിച്ചില്ലെങ്കിൽ. അത് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രമാണം ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിയണം. പ്രമാണം ഉണ്ട് എന്ന് പറയുന്നത് അവർ തന്നില്ലെങ്കിൽ പോലും അതിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ 12 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അളവിൽ ചിലപ്പോൾ അത്രയും കാണത്തില്ല. എത്ര ആയാലും ബാലൻസ് ഉണ്ടെങ്കിൽ എന്തായാലും 12 അല്ലെങ്കിൽ 1 സെന്റെങ്കിലേ കുറയത്തുള്ളൂ. അതിൽ എന്തായാലും 4 പോകാൻ സാധ്യതയില്ലല്ലോ. അഥവാ എന്തെങ്കിലും അങ്ങനെ പ്രമാണം ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ സഹകരിച്ചില്ലെങ്കിൽ പോലും പ്രമാണം ഇല്ല എന്നറിയുകയാണെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആരെങ്കിലും പോയി കണ്ട് സമീപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രമാണം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയാൻ കഴിയും. പ്രമാണം ഇല്ലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിയമപരമായി കിട്ടാനുള്ള ഓഹരി ബിജു ചോദിച്ചു വാങ്ങണം, അല്ലെങ്കിൽ കേസ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ അങ്ങനെ ചെയ്തോളൂ ബിജു. ബാക്കി ഇപ്പോൾ ബിജു പറഞ്ഞു ഞാൻ അധ്വാനിക്കുന്ന പണം എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്നതിൽ എൻ്റെ ചെറിയ ചിലവുകൾക്കുള്ള എടുത്തുകൊണ്ട് ഞാൻ ബാക്കി ഭാര്യയെ ഏൽപ്പിച്ചോളാം. പിന്നെ അങ്ങോട്ടുള്ള നിങ്ങളുടെ കിടപ്പാടത്തിന് അവരുടെ ആഭരണം എല്ലാം അവരുടെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടേതാണ്, വേറെ ഒരാളിൻ്റെ അല്ല. പക്ഷെ അതെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് വേണം. പിന്നെ നിങ്ങളുടെ അമ്മ സുഖമില്ലാതെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് അവർക്ക് അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളുടെ അച്ഛൻ നല്ലോണം അവരെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് അതിന് വേണ്ട ചികിത്സയോ കാര്യങ്ങളോ അത് വേണം എന്നാണ് ഈ തുളസി പറയുന്നത്. ചികിത്സിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പുതിയ മൂത്രം കിടക്കാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നല്ലാതെ അപ്പം ഞാൻ വിളിച്ചാൽ വരത്തില്ല. എന്നാൽ ഞാൻ നിൽക്കുന്നിടത്തോട്ട് പോവാ, വരത്തില്ല. ഇടയ്ക്ക് പെങ്ങളെടുത്തോട്ട് ഞാൻ നിൽക്കുന്നിടത്തോട്ട് പോവാ, വരത്തില്ലായിരുന്നു. അങ്ങനെ പറയുന്നല്ലാതെ ശരിയല്ലാതെ വന്നു കഴിയുമ്പോൾ ശരിയല്ലാതെ പുള്ളിക്കാരിക്ക് ഈ നടപ്പെന്ന് വെച്ചാൽ അതെനിക്ക് വലിയ ഇതില്ല. ആൾക്കാരുടെ സംസാര ശൈലി നല്ലതാ.
പ്രവർത്തിക്കുന്ന മറ്റൊന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു ഇതേ ഉള്ളു. ചിലപ്പോൾ അതിന് ബംഗളൂർ അവരറിയുന്ന അവിടെ ഞാനോട് സഹായിക്കാം, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം. ഈ പാപ്പനെ ഇവിടെ വരെ കൊണ്ടുപോകും. തിരുവനന്തപുരം പാപ്പനെ കൊണ്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ വരെ കൊണ്ടുപോകുന്നത്. അവിടെ 2 വട്ടം കൊണ്ടുവന്നേ. അപ്പൊ ഒരു റെഗുലർ ആയിട്ട് ചികിത്സ വേണമെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. പിന്നെ കൊണ്ടുവരാനും പോകാൻ ആരും ഇല്ലായിരുന്നു. അല്ല, ഇനിയിപ്പോ അങ്ങോട്ട് നോക്കൂ. കാരണം വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ കുടുംബവും പ്രാരബ്ധങ്ങളും ഒക്കെ ഉള്ളതിനിടയ്ക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും. എന്നാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ നോക്കുക. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേറെ ചില നിങ്ങളുടെ ദുശീലങ്ങൾ കാരണം നിങ്ങൾ അവരെ മദ്യപിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ചുകൊണ്ട് തല്ലിയിട്ടില്ല ഞാൻ. ഇല്ല ഇല്ലില്ല, മറ്റെന്തോ തരത്തിലുള്ള അല്ലേ ഞാൻ മോർക്കും. അത് രാവിലെ പണിക്ക് വന്നേരം തർക്കുത്തരം പറഞ്ഞു ഒരടി കൊടുത്ത് സംഭവിക്കാൻ എനിക്ക് അറിയത്തില്ല. പണിക്ക് പോയിട്ട് ഞാൻ പകുതി വഴി പോയിട്ട് തിരിച്ചു വന്ന് അന്നേരം എനിക്ക് വേദന എടുക്കുന്നത്. ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒന്നും ഞാൻ പണിക്ക് പോയില്ല. അന്ന് എന്നോട് പറഞ്ഞു മരത്തേന്ന് വേറെ തട്ടി ഇവിടെ കിടപ്പുണ്ട് വന്നല്ല വേറെ ഇവിടെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. തുളസിയോടെ നിൽക്കലേ പറഞ്ഞു. ഭാര്യ വീണിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വേണം കൊണ്ടുപോകാനെന്ന് വീട്ടുകാരല്ലാതൊന്നും കൊണ്ടുപോകുന്നേ. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭാര്യ ഇടിച്ച ഞാൻ അന്നേരം അത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു. ഞാൻ ഒരു പേപ്പർ ഉണ്ട്, ഗാർഹിക പീഡന നിരോധന നിയമത്തിന് നമുക്ക് പരാതി കൊടുക്കാം കൊച്ചെന്ന് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞപ്പം ആ കുഞ്ഞ് പറഞ്ഞെന്താണെന്നറിയാം, ഒക്കെ എനിക്ക് ജോലി ചെയ്ത് തരുന്ന എൻ്റെ ഭർത്താവിനെ ഒരിക്കലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറ്റരുത് എന്നാ എൻ്റെ അടുക്ക ഈ കുട്ടി പറഞ്ഞത്. കാരണം അവൾക്ക് അത്രമാത്രം സ്നേഹിച്ചു. ഞങ്ങൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ, വെറുക്കാൻ പഠിച്ചിട്ടില്ല. അയാളുടെയും ജീവിതത്തിൽ അയാൾ പ്രതീക്ഷിക്കാതെ ചില സംഗതികൾ ഉണ്ടായിപ്പോയി. ഇതൊക്കെ ഓരോ നിയോഗമല്ലേ. എപ്പോഴും ബഹളവും എന്തോ. ഞങ്ങൾക്ക് ഞങ്ങൾ അന്യടുത്ത് താമസിക്കുന്നതല്ലേ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അന്യാണ്. അവര് ഞങ്ങളെ സംരക്ഷിക്കാൻ പോകും, അവരുടെ മക്കളെ സംരക്ഷിക്കാൻ പോകും, ആരെ സംരക്ഷിക്കാൻ പോകും. ഇവരുടെ കാര്യത്തിന് നടന്നാൽ മതി. നമുക്ക് എപ്പോഴും അത് നടക്കുന്ന പരിപാടിയല്ലേ. ഞങ്ങൾക്ക് ഒരു സ്വൈര്യം തരത്തില്ല, ഭീഷണിപ്പെടുത്തുക കുട്ടികളെ. അങ്ങ് ഭയങ്കര ഭീഷണിയാ. ഇതും കേട്ടോണ്ട് ഞങ്ങൾ ഓടി അവിടെ ചെല്ലും. അവിടെ ഭർത്താവ് അല്ലാരാ പെണ്ണിനെ എന്താ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൊണ്ടൊക്കെ ഒന്ന് വിടാൻ അവർ സമ്മതിക്കത്തില്ല. വന്നാൽ ഒരു ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പെരുമാറുന്ന ആളാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മാറ്റം നല്ലതാ എപ്പോഴും. അതിന്റെ പേരിൽ വന്നിട്ടുള്ളതാണ്. അതൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു പോയി. അതൊക്കെ ശരിയാവുന്ന ഒരു ഏർപ്പാടല്ല എന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം, അതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് സന്തോഷമായിട്ട് അവർ ഒരുമിച്ച് കഴിയുന്നു. അധ്വാനിക്കുന്ന പൈസ അത് ഭാര്യയെ ഏൽപ്പിക്കുന്നു. ഭാര്യ അധ്വാനിക്കട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാം, 2 മക്കളും ഒരുമിച്ച് അവരുടെ ഒപ്പം കഴിയട്ടെ എന്നൊക്കെ പറയുന്നവരെയുള്ള നല്ല തീരുമാനങ്ങളായി. നല്ല തീരുമാനം തന്നെ. പിന്നെ അങ്ങോട്ടുള്ള ഈ വസ്തുവിന്റെ കാര്യങ്ങളിൽ നിങ്ങളും കൂടെ ഒന്ന് സഹകരിച്ച് അതെന്താണ് അതിന്റെ സത്യാവസ്ഥയെന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. SNDP വഴി ഇങ്ങനെ വിളിച്ചു കൂട്ടിയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ബിജുവും വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു പ്രമാണം ഇങ്ങനെ അവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അന്നേരം ബിജു അറിഞ്ഞിട്ടില്ലായിരുന്നു പ്രമാണം ഇങ്ങനെ അവരുടെ കൈവശമാണെന്നുള്ളത്. ഇതിനകത്ത് ഇപ്പൊ ഇവരുടെ വസ്തുക്കൾക്കകത്ത് സാധ്യതയില്ല. പ്രമാണം അവരുടെ പേരിൽ തന്നെയാണ് ഉള്ളത്. അതൊക്കെ എഴുതി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഈ 10 സെന്റിനകത്ത് ഒരു വീട് വെച്ചുകൂടെ? ആ വീട് വെക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അധ്വാനിക്കാമല്ലോ. അതവിടെ അത് വാലിചെറയാണ്. നടത്തി വന്നു കഴിഞ്ഞാൽ അവിടെ അല്ല, അത് കുഴപ്പമില്ല. എവിടെ ആയാലും അവരുടെ പേരിലുള്ളൊരു മണ്ണല്ലേ. അവരൊക്കെ സഹകരിക്കുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. ഇടയ്ക്കുള്ള കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ ബിജു ആത്മാർത്ഥമായിട്ട് തിരിച്ചു വന്നു തോന്നിക്കഴിയുമ്പോൾ അതെല്ലാം മറന്നു, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കണം. ഈ അതിന് പൊതുവെ ആരോഗ്യത്തിന് ഒത്തിരി പ്രശ്നമുള്ള ഒരു ഇതാണ്. നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നുള്ളത് അത് തീരുമാനമാക്കണം. ഉപദ്രവിക്കാതെ അയാൾ പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനി ഒരിക്കലും അങ്ങനൊന്നും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ വെച്ച് തീർപ്പാക്കാൻ സാർ. ജില്ലാ കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും കുടുംബ കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തായിരുന്നു. അതിന് സമൻസ് അയച്ചായിരുന്നു, പക്ഷെ സമൻസ് കൈപ്പറ്റിയിട്ടില്ലായിരുന്നു. കുടുംബ കോടതിയിൽ ഞങ്ങള് കേസ് കൊടുത്തായിരുന്നു. സ്വത്തും കിട്ടണം, ചെലവിനും സമൻസ് കിട്ടിയോ? കിട്ടി. നല്ല രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്. 2 പേരും നന്നായി സഹകരിച്ചു. തുളസിയുടെ ചേച്ചിമാർ 2 പേരും അവർ വന്നപ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ ക്ലിയറായി. എന്തായാലും ഒരുപാട് നമുക്ക് വിഷമിക്കാതെ തന്നെ കാര്യങ്ങളിലേക്ക് തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇനി അദാലത്താണ്.
സർ തീർപ്പ് വായിക്കാം. വിധികൾ പ്രഖ്യാപിക്കുമെങ്കിലും ഇതേ കണക്ക് കുടുംബപരമായ കേസുകൾ വരുമ്പോൾ പിന്നെ അത് പറഞ്ഞു തീർക്കുന്നതിലുള്ള സന്തോഷം എത്ര വിധി പറഞ്ഞാലും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അതേ കണക്കൊരു മുഹൂർത്തമായിട്ടാണ് ഞാൻ പിന്നെ തുളസിയുടെയും ബിജുവിൻ്റെയും കേസിനെ കാണുന്നത്. ഒരു അവാർഡ് പറയുന്നതിനെക്കാട്ടി ഇതിനകത്തൊരു അവാർഡ് പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ഒരുമിച്ച് ഇന്ന് ഇവിടുന്ന് എന്നെ കൈ ഒരുമിച്ച് പിടിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കുടുംബജീവിതം തുടരുമെന്ന് പറഞ്ഞപ്പം ഭാവിയിൽ നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടത്തിയ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വ്യവസ്ഥകളാണ്. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ, ഈ കേസിൽ എതിർകക്ഷിയായ എനിക്ക് ബിജു ഹർജിയിൽ പറയുന്ന ബിന്ദു എന്ന സ്ത്രീയുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധം ഞാൻ ഇതിനോടകം തന്നെ അവസാനിപ്പിച്ചിട്ടുള്ളതും ഭാവിയിലും മേൽപ്പടി സ്ത്രീയുമായി ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ യാതൊരു ബന്ധങ്ങളിലും ഏർപ്പെടുകയോ ഉണ്ടാക്കുകയോ ചെയ്യില്ലെന്നും ഞാൻ ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. 2, ഞാൻ ബിജു എൻ്റെ ഭാര്യയായ തുളസിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കില്ലെന്നും ഞാൻ മേലിൽ മദ്യപിക്കുകയോ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യില്ലെന്നും ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. 3, ഇന്നു മുതൽ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഭാര്യയായ തുളസിയെയും 2 മക്കളെയും കൂട്ടി തുളസി ഇപ്പോൾ താമസിക്കുന്ന ബിജു ഭവനിലേക്ക് പോകുന്നതും ഞാൻ ഭാര്യയെയും കുട്ടികളെയും അധ്വാനിച്ച് സംരക്ഷിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാമെന്നും ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. 4, മേൽപ്പടി വ്യവസ്ഥകൾ അനുസരിച്ച് തുളസി എന്ന ഞാൻ എൻ്റെ 2 കുട്ടികളുമായി ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവായ ബിജുവിനോടൊപ്പം പോയി ഞാൻ ഇപ്പോൾ താമസിച്ചു വരുന്ന ബിജുവിൻ്റെ കുടുംബ വീടായ ബിജു ഭവനിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചു കൊള്ളാമെന്നും സമ്മതിച്ചിരിക്കുന്നു. 5, മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം എൻ്റെ ഭർത്താവുമൊത്ത് തുടർന്നുള്ള കുടുംബജീവിതം സന്തോഷകരമായി തുടരുന്നു എന്ന് എനിക്ക് ബോധ്യം വരുന്ന പക്ഷം ഞാൻ ഹർജി കക്ഷിയായും ബിജു എതിർ കക്ഷിയാക്കിയും മാവേലിക്കര കുടുംബ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് തുളസി എന്ന ഞാൻ പിൻവലിക്കാമെന്നും ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. തുളസി ആദ്യം ഒന്ന് ഒപ്പിടണം. അപ്പം ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. തുളസിയുടെ പരാതിയായിട്ട് വന്നപ്പോഴും തുളസിയുടെ പരാതി വായിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. എന്നായാലും എൻ്റെ ഭർത്താവ് തിരിച്ചു വരും എന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ താമസിക്കുകയാണ്. തുളസിയുടെ പ്രാർത്ഥന തന്നെയാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ശനി ഒഴിഞ്ഞു പോയി ബിജു വീണ്ടും തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് എത്തി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെയും അവരുടെ കുടുംബത്തിൽ ഇനി ഒരിക്കലും ഒരു ശല്യങ്ങളും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന്. വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം.